ഗൈസേ, നമ്മളങ്ങ് 25-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ എനിക്ക് ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. എന്താ പറയാ, ഒരു പാക്കറ്റ് മിഠായിലും ഒരു കേക്കിലൊക്കെ ഒതുങ്ങുന്ന ബർത്ത്ഡേ ആയിരുന്നു എന്റെ. വീട്ടിൽ നിന്ന് മാറി ഇത്രയും അകലത്ത് നിൽക്കുമ്പോൾ ഇതുപോലുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ഡ്രീമാണ്. പുതിയ ജോലിയിലേക്ക് മാറിയോണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഹോളിഡേക്ക് ബർത്ത്ഡേക്ക് ലീവ് റിക്വസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. സോ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. സോ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ സർപ്രൈസ് ആയിട്ടുള്ള ഇവര് സെറ്റ് ചെയ്ത് വെച്ച ഈ പരിപാടി എല്ലാം കാണുന്നത്. എന്താ പറയാ, പ്രൊജക്ടറിൽ എന്റെ പേരെഴുതി പാട്ട് പാടുന്നു. കുറച്ചധികം നാളുകളായിട്ട് എന്റെ കാർട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങള് സത്യം പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഒന്നിച്ച് കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്ത ഇന്നർവെയർ അല്ല, അതെനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രാങ്ക് തന്നതാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് ഒരു റെയ്ബാൻ ഗ്ലാസ് ഉണ്ട്, മെറ്റ AI വെച്ച് വരുന്നത്. അതിന്റെ ക്യാമറയും റെക്കോർഡിംഗ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതാണ്. വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് വെച്ചിട്ട് കോക്ടെയിലൊക്കെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ല ഷോർട്സ് ഒക്കെ കിട്ടും. അതൊക്കെ ഞാൻ പണ്ട് ഓർത്തിരുന്നതാണ്. പക്ഷെ അതിന്റെ വില കണ്ട് ഞെട്ടിയിട്ടാണ് ഞാൻ എപ്പോഴും അത് മേടിക്കാണ്ട് വെച്ചിരുന്നത്. അതൊക്കെ എനിക്കിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. ഐ വാസ് ഓവർ ദ മൂൺ. അല്ലാണ്ട് ഞാൻ എന്ത് പറയാ, അച്ചുവൊക്കെ ഏതൊക്കെ അടാർ അഭിനയായിരുന്നു. കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവനെ ഫോൺ വിളിക്കുക എന്തോ ചെയ്തിരുന്നു. അപ്പോഴും അവൻ പറയുന്നത് അവന് എവിടെ ഔട്ടിങ്ങിന് പോയിരിക്കുകയാണ്, കൊളീഗ്സിന്റെ ഒപ്പം ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കുകയാണെന്ന്. വീട്ടിൽ വന്ന് നോക്കിയപ്പോ ദേ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നടുക്ക് അച്ചു നിൽക്കുന്നു. അതുപോലെ ഫൈസലും ആൽബി ജോണിയൊക്കെ നിൽക്കുന്നു. അച്ചുവൊക്കെ ടിവിയുടെ വലിപ്പമുള്ള മാസീവ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായി പോയി. ഭയങ്കര സന്തോഷം തോന്നി. ഞാന് മൈന്യൂട്ടായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഇവർ നോട്ടീസ് ചെയ്തിട്ട് അത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് തരുമ്പോൾ വല്ലാത്ത നമ്മളൊരു വേറൊരു ലോകത്താണ്. എന്നിങ്ങനെ പറഞ്ഞ് അത് വലിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല. എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ 1 മാസം മുന്നേ തന്നെ അമലുവൊക്കെ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അവർ വർക്ക്ഔട്ട് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് സ്നേഹം. താങ്ക് യു.